സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് അല്പസമയത്തിനകം തുടക്കമാകും. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ജിദ്ദയിലേക്ക് ആദ്യമായി എത്തുന്ന ടൂർണമെന്റിലേക്ക് ആവേശത്തിലാണ് വിവിധ ടീമുകളും പ്രവാസികളും. ജിദ്ദയിലെ ഒളിമ്പിക് വില്ലേജിൽ നിന്ന് വിവരങ്ങളുമായി സാബിത്ത് സലീം ചേരുന്നുണ്ട്. സാബിത്ത്, ഒരുങ്ങിക്കഴിഞ്ഞോ? മത്സരത്തിനായി എപ്പോഴാണ് മത്സരം തുടങ്ങുന്നത്? ഗാലറി ഫുള്ളാണോ? മീഡിയ വൺ സൂപ്പർ കപ്പ് ജിദ്ദയിൽ അല്പസമയത്തിനകം തുടക്കമാകും. ജിദ്ദ ഒളിമ്പിക് വില്ലേജിലാണ് ഇതിൻ്റെ മത്സരത്തിന് വേദിയാവുന്നത്. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയാണ് ഈ മേളക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 8 പ്രധാന ടീമുകളാണ് ഇതിൽ മത്സരിക്കാൻ എത്തുന്നത്. അതോടൊപ്പം 4 ജൂനിയർ ടീമുകളുടെ ഒരു സൗഹൃദ മത്സരം കൂടി ഇതിന്റെ മുന്നോടിയായിട്ടുണ്ടാകും. നയൻസ് ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുക. സൗദിയിലെ വളരെ ഫുട്ബോൾ ആരാധകരുള്ള ഒരു നഗരി കൂടിയാണ് ജിദ്ദ. അതുകൊണ്ട് തന്നെ ആവേശം വലിയ അർത്ഥത്തിൽ ഉയരും. മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് ഇത്തവണ നമുക്കുള്ളത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ എത്താനും കളി വീക്ഷിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളോടൊപ്പം ഇതിന്റെ സംഘാടകർ കൂടി ചേരുകയാണ്. എന്തൊക്കെയാണ് ഇതിന് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? എങ്ങനെയൊക്കെ ആയിരിക്കും മത്സരം? അതായത് നമ്മുടെ മീഡിയ വൺ സൂപ്പർ കപ്പ് ഏകദേശം 6ഓളം സ്ഥലങ്ങൾ സൗദിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റി. അത് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് ജിദ്ദയിൽ വരുന്നത്. ജിദ്ദയെ നമ്മിടത്തോളം ജിദ്ദ സൗദിയുടെ ഒരു ഫുട്ബോളിൻ്റെ മലബാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലമാണ് ജിദ്ദ. ജിദ്ദയിൽ നമുക്ക് വലിയൊരു സ്റ്റേഡിയം തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നയൻസ് ഫോർമാറ്റിലുള്ള 8 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെയാണ് ഫൈനൽ മത്സരങ്ങൾ. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ജിദ്ദയിലെ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത്തവണ മികച്ചൊരു സ്റ്റേഡിയമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും? അതായത് ജിദ്ദയിലാണ് ഏറ്റവും കൂടുതൽ മലയാളി ടീമുകളുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലബ്ബുകളുള്ള സ്ഥലം എന്ന നിലയ്ക്ക്. അപ്പോൾ അതിൽ തന്നെ 8 ടീമുകൾ, ഏറ്റവും മികച്ച 8 ടീമുകളാണ് നാളെ ഇവിടെ ഇന്നും നാളെയായിട്ട് മത്സരിക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ്? ഈ സ്റ്റേഡിയം വളരെ മനോഹരമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ സൗകര്യങ്ങൾ? നമുക്ക് ഫാമിലിക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാവുന്ന സൗകര്യങ്ങൾ ഉണ്ട്. വലിയൊരു വിശാലമായ സ്റ്റേഡിയമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്ന് രാത്രിയാണ് മത്സരങ്ങൾ തുടങ്ങുക. പുലർച്ചെ വരെയുമുള്ള മത്സരങ്ങൾ ഉണ്ടാവും. നാളെയാണ് സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ. യെസ്, മത്സരങ്ങൾ